എയർലി പ്രഗ്നൻസി ടൈമിൽ ഡിസ്ചാർജ് കണ്ടപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടായോ? ഈസ് ദിസ് നോർമൽ എന്ന്? ഞാനിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് പറയാം. വെൽക്കം ടു ബം ഡയറീസ്. എൻ്റെ പഴയ അക്കൗണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഹാക്കായിപ്പോയി. അതിനുവേണ്ടി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ പല വ്യൂവേഴ്സും എന്നോട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇന്ന് എൻ്റെ ടോപ്പിക്. ഹേയ്, ഞാൻ ഇഷ. വെൽക്കം ടു വീഡിയോ. എയർലി പ്രഗ്നൻസിയിൽ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ വെജൈനൽ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ഇതിന് ലുക്കേരിയ എന്ന് പറയും. ഇത് ബോഡിയുടെ നാച്ചുറൽ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ്. പക്ഷേ ഇത് പ്രഗ്നൻസി സിംറ്റം ആണോ അല്ല പീരിയഡ് സിംറ്റം ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓക്കെ, ഞാനിവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രഗ്നൻസി ആവാൻ പോകുന്നു എന്ന് ബോഡി കാണിച്ചു തരുന്ന സിംറ്റമാണ്. ഒരു ഇമേജ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ മിസ്സായിപ്പോയി. ആ ഡിസ്ചാർജ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്ക് ജലദോഷം വരുമ്പോൾ മൂക്കിൽ കൂടെ വരുന്ന മ്യൂക്കസ് ഇല്ലേ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മൂക്കള. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഹാർഡുമല്ല, എങ്കിൽ വളരെ ലൂസും അല്ല. വലിച്ചു നീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള മ്യൂക്കസ് ആയിരിക്കും നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നായിട്ട് ഡിസ്ചാർജായിട്ട് കാണപ്പെടുന്നത്. ടൈപ്പായിരിക്കും മോസ്റ്റ്ലി ഒരു 95% വുമനിലും കണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിത് പ്രഗ്നൻസി ആണോ പീരീഡ്സിൻ്റെ ആണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പ്രഗ്നൻസി ആണെങ്കിൽ ഇത് വൈറ്റ് ഓർ മിൽക്കി ഓർ ക്ലിയർ ആയിരിക്കും, ഈ ഇമേജിൽ കാണുന്നത് പോലെ. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് സ്റ്റിക്കി ഓർ ക്രീമി ആയിരിക്കും. ഈ സ്റ്റിക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോലത്തെ നമ്മൾ ഈ ഗ്ലൂ കയ്യിലെടുക്കുകയാണെങ്കിൽ അതുപോലുള്ള സ്റ്റിക്കി, ആ ഒരു സ്റ്റിക്കിയിലാണ് നമുക്ക് ഡിസ്ചാർജ് വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും പീരീഡ്സിൻ്റെ ആയിരിക്കും. ഇത് സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയി പോവാതെ ഇച്ചിരി വെറ്റായിട്ടിരിക്കുന്ന സ്റ്റിക്കി ഫീലിംഗ് ആയിരിക്കും. അത് ഉറപ്പായിട്ടും പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആയിരിക്കാനാണ് കൂടുതലും ചാൻസ്. പീരീഡ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി ഒരു യെല്ലോയിഷ് കളറായിരിക്കും നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് എപ്പോൾ തൊട്ട് ഈ ഡിസ്ചാർജ് കണ്ടു തുടങ്ങും? നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞ് 7 to 10 ഡേയ്സിന് അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടല്ല, ബിഫോർ നമ്മുടെ പീരീഡ്സിന് മുന്നായിട്ട് നമുക്ക് ഈ ഡിസ്ചാർജ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പീരീഡ്സിൻ്റെ ഡിസ്ചാർജ് ആണെങ്കിൽ അതിന് സ്ലൈറ്റ്ലി ഒരു മെറ്റാലിക് സ്മെല്ലുണ്ടാവും. മെറ്റാലിക് സ്മെല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഫിഷി സ്മെല്ലെന്നൊക്കെ പറയില്ല. ഒരുപാട് ഫിഷി ആയാൽ അത് ഫിഷി സ്മെല്ലാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ അല്ല. അത് നമ്മുടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരുമാതിരി ഫിഷി സ്മെല്ല് എടുക്കുന്നത്. ഇത് സ്ലൈറ്റ്ലി ഒരു മെറ്റാലിക് സ്മെല്ല്. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻസി ആവാൻ പോകുന്നു അതിന് തൊട്ട് മുന്നേ നമ്മുടെ വെജൈന എപ്പോഴും വെറ്റായിരിക്കും. എപ്പോഴും നമുക്കൊരു ലൂപ്പ് ഫീലിംഗ് ഉണ്ടാവും, ഡ്രൈ ആയി പോകത്തില്ല. പക്ഷേ പീരീഡ്സ് ആവാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വെജൈന ഡ്രൈ ആയിട്ട് വരും. പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് ഡ്രൈ ആയി പോകത്തില്ല, എപ്പോഴും നമ്മുടെ വെജൈന മോയിസ്റ്റ് ആയിരിക്കും, നനഞ്ഞിരിക്കും. വേർപ്പൊക്കെ വന്നിട്ട് നനഞ്ഞിരിക്കുന്നതല്ല കേട്ടോ, ഡിസ്ചാർജിൻ്റെ നനവാണ്. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ പ്രഗ്നൻസി സിംറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് പീരീഡ്സിലാണ് ഉണ്ടായിരുന്നത്. അത് PMS ആണ്. ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. PMS എന്ന് പറയുമ്പോൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് പീരീഡ്സിന് മുന്നേ നമുക്ക് കാണിക്കുന്ന സിംറ്റംസ്, വയറുവേദന, നടുവേദന, പിമ്പിൾസ് വരുന്നത്, ഇതുപോലെ ഡിസ്ചാർജ് ഉണ്ടാവുന്നത് ഒക്കെ PMSൽ വരും. പക്ഷേ ഞാൻ ഈ കാണിച്ചു തന്നതുപോലത്തുള്ള ഇമേജിൽ കാണിച്ചു തന്നതുപോലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഉടനെ തന്നെ അമ്മയാവാൻ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഈ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക്, ഞാൻ ഇമേജിൽ കാണിച്ചതുപോലെ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ അമ്മയാകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്. അതായത് ഇങ്ങനത്തെ ഡിസ്ചാർജ് എപ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് ഹൈ ആകുമ്പോഴാണ്, നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് ഹൈ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഡിസ്ചാർജൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ബോഡി ശ്രമിക്കുന്നുണ്ട്, അമ്മയാവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് പിടിച്ച് കിട്ടുന്നില്ല. അപ്പം എന്നും പറഞ്ഞ് ഇപ്പോൾ ഈ ഡിസ്ചാർജ് കാണുന്നുണ്ട്, നിങ്ങൾ ആ മന്ത് പീരീഡായി, നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3 to 4 months ഈ ഡിസ്ചാർജ് അല്ല, നിങ്ങളുടെ പീരീഡ്സിൻ്റെ പ്രഗ്നൻസിയുടെ ഡിസ്ചാർജൊക്കെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പീരീഡ്സിലാണ് എൻഡാവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഉടനെ തന്നെ അമ്മയാവും. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ബോഡി കെയർ ചെയ്തിട്ട് നിങ്ങൾ ഓവുലേഷൻ ടൈമിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഡിസ്ചാർജ് വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്കും ഇതുപോലെ പ്രഗ്നൻസി റിലേറ്റഡ് ഡിസ്ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.